ഇന്നത്തെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഞാൻ രാത്രിയിലത്തെ മരുന്നൊരു ചുവന്ന ഡബ്ബയിലേക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് കൊടുത്തേക്കണേ. ഒളിച്ചു വന്ന രാജാവിനെ തുറന്നു വിടുന്നത്? അയ്യോ മാഡം, ഞാൻ താഴെ ഇരുന്നിട്ട് ഭയങ്കര ബോറടി. അതേ വീട്ടിൽ കയറുന്ന എല്ലാവർക്കും തോന്നുക. എന്നാ പിന്നെ ബോറടി മാറ്റാൻ ഒരു ഗെയിമിന് ഇരുന്നാലോ? പിന്നെ അതിനെ ഞാൻ വൈറ്റാണല്ലേ? താങ്ക്സ്. ഈ വീട്ടിൽ ഭയങ്കര ബോറടി ആയതുകൊണ്ടാണോ മാഡത്തെ എവിടെ നിന്നും കാണാത്തെ? ഏയ്, എനിക്കങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ മാഡത്തിനെ പറ്റി ഉഗ്രൻ അഭിപ്രായം പുറത്തൊക്കെ. ആണോ? എന്തഭിപ്രായങ്ങൾ? അത് പലതുണ്ട്. അല്ല, മാഡം മിടുക്കിയാണ്, കാര്യപ്രാപ്തിയുള്ള ആളാണ്, തൊഴിലാളികളോടൊക്കെ നല്ല പെരുമാറ്റമാണ്, ശമ്പളം കൃത്യസമയത്ത് കൊടുക്കും, അങ്ങനെയൊക്കെ നല്ല അഭിപ്രായങ്ങളാണല്ലോ. പിന്നെ ഒന്നും കൂടാതെ ഓരോ അഭിപ്രായം കൂടെ ഉണ്ട്. എന്ത്? മാഡം ഭയങ്കര സുന്ദരിയാണ് എന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട്. അഭിപ്രായങ്ങൾ കൂടാതെ ചില സംശയങ്ങളും ഉണ്ട് കേട്ടോ. ഓ, അതുണ്ടോ? എന്താണ് സംശയങ്ങൾ? അല്ല, ഈ എൽഡോച്ചായനെ പോലൊരാൾക്ക് ഇത്രയും മിടുക്കിയായിട്ടുള്ള ആരെങ്കിലും സംഭവിച്ചെന്നുള്ളത്. ഇത് നമ്മൾ പണ്ട് പോലെ കേൾക്കുന്ന കഥയല്ലേ. ഇതുപോലൊരു ബംഗ്ലാവ്, അതിൽ പെട്ടുപോകുന്ന പാവം പെൺകുട്ടികൾ, അതിലൊന്നും വലിയ കഥയില്ലെന്നേ. പെട്ടുപോകുന്നൊന്നും പറയല്ലേ. ഞാൻ നോക്കിയിട്ട് മഴയോട് റാണിയെ പോലെ ജീവിക്കുന്നത്. ശരിയാ, മഹാറാണി. ചെക്ക്. ഷോ, ഇതാദ്യമായിട്ടോട്ടോ ഒരു പെണ്ണെന്നെ തോപ്പിക്കുന്നേ. അല്ല, ഇത്രയും പെട്ടെന്നേ. മാഡം ശരിക്കും ഭയങ്കര മിടുക്കിയാണല്ലേ. അതെ. ഇപ്പൊ എന്താ, ഈ ബോറടിക്ക് മാറിയില്ലേ? പിന്നെ എന്നാ ഇനി ബെല്ലിന് താഴെ പോയി വെച്ചതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാലോ. സോറി, കുറച്ച് സമയമായി. ഓക്കെ. കുപ്പി ഇവിടെ ആയിരുന്നു. അപ്പൊ ഇനി ബോറടിക്കുമ്പോ ഒരു ഗെയിമിന് വരാലോ അല്ലേ? ഞാൻ ജയിക്കാൻ പോകുന്ന ഗെയിം നോക്കാം. ഓക്കെ, മതി. ബെൽതാസർ. എന്നാച്ചേ? സോറി, ഇത് ഞാനിപ്പോൾ തന്നെ ശരിയാക്കി തരാം.
ഉണ്ടാവുമല്ലോ കേട്ടോ. ഒന്ന് അമർത്തിക്ക്, അമർത്തിക്ക്. ആ ഞെക്ക് ഞെക്ക്, ആ ഞെക്ക്. അപ്പൊ ഇനി അച്ഛൻ എന്നാ ആവശ്യം ഉണ്ടെങ്കിലും ആ ബെല്ല് അമർത്തിയാൽ മതി, ഈ ബെല്ല് ഇവിടെ ഉണ്ടാവും. ഓക്കെ, എന്നാ ഞാൻ പോയി അച്ഛനുള്ള ഭക്ഷണമായിട്ട് വരാവേ. എന്നാ പറ്റി? അത് ശരി, വരുന്നു. നീ കഴിക്കാൻ നിൽക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ നീ പോയിട്ട് വരുമോ? ആ, അതെന്നതാ ഒരു ഒച്ച കേൾക്കുന്നേ? അച്ഛൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ നമ്മളെ വിളിക്കാൻ പാകത്തിനൊരു ബെല്ലിയാൻ വെച്ചു കൊടുത്തായിരുന്നു, അതാ. ആഹാ, അതുകൊള്ളാലോ. പക്ഷെ അതിപ്പോ എനിക്ക് തന്നെ പണിയാവുന്ന തോന്നുന്നു. എന്താ ഈ സൗണ്ട്? വാ കാണിച്ച അച്ഛാ, പുലി വരുന്ന കളി ഇതേ കളിച്ച് ആവശ്യത്തിന് വിളിക്കുമ്പോൾ ആള് വരുമല്ലോ കേട്ടോ. ഇതാകുമ്പോൾ നമ്മൾ ബംഗ്ലാവിൽ എവിട്ടിരുന്നാലും വേണ്ട പച്ചാനെ വിളിക്കാലോ. വാവ്, ഇംപ്രസീവ്. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ? പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധിമാന് ഇന്നത്തെ ലഞ്ച് എൻ്റെ വക. എന്ത് പറയുന്നു? അതും കൂടെ അനുഭവിക്കാൻ എൻ്റെ വിധിയെങ്കിൽ അങ്ങനെ ആവട്ടെ. ബെൽ, ആ ലഞ്ച് റെഡിയായി. ആ ഞാൻ ഇത് കൊടുത്തേച്ചും വരാവേ. വേഗം വാ. അച്ചായ ആർക്ക് അച്ചായ? അച്ചായ എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ പോണതൊന്നും തുറന്നേ. വേണ്ടേ വേണ്ട, ഞാൻ കഴിച്ചേച്ചും വന്നിട്ട് ബാക്കി തരാവേ. ഈ സാധനം ഇവിടെ ഇരിക്കട്ടെ, കഴിച്ചേച്ചും വരാവേ. ഹായ്. ഹായ്, ഇരിക്കെ. ഞാൻ ഒന്ന് കൈ കഴുകി ശേഷം വരാം. സോറി. ബീഫ് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ഞാനുണ്ടാക്കിയതാ. ഓ, ഇത് വഴറ്റി എണ്ണ ഉലുവ പൊട്ടിച്ചായിരുന്നല്ലേ? ഓ, കുക്കിംഗ് ഒക്കെ അറിയോ? എനിക്കറിയത്തൊന്നുമില്ല. എൻ്റെ വല്യമ്മച്ചി അങ്ങനെ ഉണ്ടാക്കാറ്, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ, എന്നാ കുറച്ച് എടുത്തോളൂ, അമ്മയ്ക്ക് കൊടുക്കാലോ. ഓ, അമ്മ മരിച്ചു പോയി, ഇപ്പൊ വല്യമ്മച്ചി മാത്രമേ ഉള്ളൂ. ഓ സോറി. കുഴപ്പമൊന്നുമില്ല, വല്യമ്മച്ചി നല്ല കുക്കാണ്. ആ ചേച്ചി പറയും. അതിനാ എൻ്റെ ആവശ്യം കഴിഞ്ഞു. എവിടെ വരണ്ടേ? മതിയോ?
ശരിയാ, കവലയിലാകുമ്പോൾ തീരെ ആളുകൾ ഉണ്ടാവില്ലല്ലോ. അതെ, ഞാൻ നിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വിളിക്കാം. ഇപ്പോൾ വർക്കില്ല ആക്ച്വലി. ശരി. സംസാരിച്ചൂടായിരുന്നോ? ഹേയ്, നമുക്ക് സംസാരിക്കാലോ, അതത്ര അർജന്റൊന്നും അല്ല. ആരായി ജിജി? ഞാൻ ഇസ്രായേലിൽ പോകാനൊരു ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിജി ആ ഏജൻസിൽ വർക്ക് ചെയ്യുന്നൊരു കുട്ടിയാണ്. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അത്രയല്ല. പിന്നെത്ര? ഓഹ്, അങ്ങനെ കുത്തി കുത്തി ചോദിക്കാൻ മാത്രമൊന്നും ഇല്ലെന്ന്. മനസ്സിലായി. ഒരെണ്ണേ ഉള്ളോന്നാണ് എൻ്റെ സംശയം. ഇതൊരു കുടുംബം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ എന്നുള്ള അതിന് ഒരു മോല് നടക്കരുന്നേ. ഷോ പാവം. എന്നാ പിന്നെ ഒരെണ്ണം കൂടി ആവാല്ലേ? ആവാം. പപ്പടമായിരുന്നു ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ പ്രേമത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വന്നുകൊണ്ട്. ഇപ്പോഴത് പോരല്ലേ? ഓ, അതുള്ളത് ഇല്ലാത്തൊക്കെ ഒരേപോലെ. അപ്പോ എന്തെങ്കിലും നടക്കുന്നത് വേണം. നടക്കുന്നതല്ല, ഓടുന്നത്. ഓടി ഓടി എവിടം വരെ എത്തും? ഓടി ഓടി ഇഷ്ടപ്പെടുന്ന ആളുടെ മനസ്സിലെത്തും. എന്നിട്ട് അവിടുന്ന് നെറ്റി വഴി മൂക്ക്, ചുണ്ട്, കഴുത്ത്, അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും എത്തണം. ഞാൻ പറയുന്നത് നേരെ തിരിച്ചു വേണമെന്ന്. എങ്ങനെ? ഇതിൻ്റെയൊക്കെ അവസാനമല്ലേ ഒരാളുടെ മനസ്സിലേക്ക് എത്തുന്നത്? അത് പൊളിച്ച്. ശരിക്കും നമ്മൾ രണ്ടുപേരും ഒരേ ലൈനിലാണ് ചിന്തിക്കുന്നതല്ലേ? ഏയ്, കുറച്ചു മുമ്പല്ലേ വല്ല നേരെ തിരിച്ചു പറഞ്ഞത്? അതിപ്പോൾ ഓരോ അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കുന്നത്. എന്ത്? ഇപ്പം ഞാൻ ഇവളുടെ മനസ്സിൽ കയറി, പക്ഷെ സത്യമായിട്ട് നെറ്റിക്ക് താഴെ ഇവിടെയും എത്താൻ പറ്റിയിട്ടില്ല. ഷോ പാവം. ഇനി ഞാൻ വിളമ്പി തരില്ല. ആവശ്യമുള്ളതെടുത്ത് കഴിക്കണം. എന്നാ പറ്റിയ? ഇത് ചേച്ചിയാണോ എടുത്തു കൊടുത്തത്? ആ, ഞാൻ ഇവിടെ തുടച്ചുകൊണ്ടിരുന്ന പച്ചാൻ ഭയങ്കരമായിട്ട് ഞരങ്ങും മൂളം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എടുത്ത് വെച്ചെന്നേ. ഇത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവുള്ളൂ പറഞ്ഞതല്ലേ ചായ? ഈ കഞ്ഞി കുടിക്കുന്നോ ബാക്കി? എന്നാ ഇത് കളഞ്ഞേക്കട്ടെ. ഇത്ര മതിയോ? ഞാൻ പോട്ടെ ചേ, നാളെ രാവിലെ വരാം.
ബെൽ ഹായ്. കഴിഞ്ഞോ? പോവാണോ? ആ ഇന്നത്തെ കഴിഞ്ഞു. ഞാൻ രാത്രിയിലത്തെ മരുന്ന് ഒരു റെഡ് ഡബ്ബയിലാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ആ ഒന്ന് കൊടുത്തേ. ഒരു ഗെയിമിന് വരണോ? ഇന്ന് വേണ്ട, നാളെ. ഓക്കെ ബൈ. ബൈ. അച്ഛേ അച്ഛേ എന്തു പറ്റി? അച്ഛേ ഞാനൊന്ന് നോക്കട്ടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ ഇത്രയും കുറവാണെങ്കിൽ എന്താ ഇപ്പൊ ചെയ്യാ? ഷുഗർ കുറവായതിന്റെ. അപ്പൊ ഒരു കാര്യം ചെയ്യും. തൽക്കാലം അടുക്കളയിൽ നിന്ന് കുറച്ച് പഞ്ചസാര എന്തെങ്കിലും ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ടേ അച്ചായനെ കൊടുക്കേ. അപ്പോഴേക്കും ഞാൻ പോയി ഡ്രിപ്പിടാനുള്ള സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങിയിട്ട് വരാം. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം കേട്ടോ. അതുവരെ ഞാനിപ്പോ ഇല്ലേ, ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ചെല്ലട്ടെ.